കർക്കിടകം രോഗങ്ങളുടെ മാസമല്ല, ആരോഗ്യത്തിൻ്റെ മാസമാണ്. നമ്മുടെ ശരീരത്തിന് പുത്തൻ ഉണർവ് നൽകാൻ അമ്മമാർ കൈമാറി വന്ന ഔഷധക്കൂട്ട് കർക്കിടക സ്പെഷ്യൽ താൾക്കറി. അതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പം നമുക്ക് ഈ താളുകറി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ലോഗ്. ആദ്യം തന്നെ കറി റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള ചേമ്പിൻ്റെ ഇലയും തണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കണം. താളുകറി കഴിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന കുറച്ച് ഗുണങ്ങൾ കൂടി നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം കുറയ്ക്കാനും സഹായിക്കുന്നു. പൊട്ടാസ്യം അടങ്ങിയതിനാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായകമാകും. വിറ്റാമിൻ എ, സി എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. വിറ്റാമിൻ എ കാഴ്ചശക്തി നിലനിർത്താനായിട്ട് സഹായിക്കും. ചെറുപയർ നല്ലൊരു സസ്യ പ്രോട്ടീൻ കലവറയാണ്. ചേമ്പിൻ്റെ താളുകറി എങ്ങനെയാണ് നിങ്ങൾ തയ്യാറാക്കാറ് എന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ കറികളുടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. കഴുകി ക്ലീനാക്കി എടുത്ത ഇല ആദ്യം തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. അരിഞ്ഞെടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അരിഞ്ഞതിന് ശേഷം വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൽ കുറച്ച് മഞ്ഞൾ കൂടി ചേർത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇലകളിലും താളിലൊക്കെ വല്ല അണുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കിട്ടും. ഇനി ചേമ്പിൻ്റെ താളൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതുപോലെ അതിൻ്റെ പുറത്ത് കാണുന്ന തോൽഭാഗം കളഞ്ഞെടുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. ഭാരം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും. കലോറി കുറവും നാരുകൾ കൂടുതലുമായതിനാൽ കൂടുതൽ നേരം വിശപ്പ് നിയന്ത്രിക്കാനാകും. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഗുണം ചെയ്യും. ശരീരബലം നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. എല്ലുകളുടെ ആരോഗ്യത്തിന് കാൽസ്യവും മഗ്നീഷ്യവും പോലുള്ള ധാതുക്കൾ ലഭിക്കും. താളും ഇലയും വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരു കഷ്ണം പുളി ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. വാളംപുളിയോ കുടംപുളിയോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ചേർക്കാതെ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് ചൊറിച്ചിലുണ്ടാകും. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന താളിലും ഇലയിലും ഇതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല വൃത്തിയിൽ തന്നെ ഒന്നുകൂടി കഴുകി ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ഇനി ഒരു കുക്കർ എടുത്തതിന് ശേഷം 2-3 മണിക്കൂറോളം കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേമ്പിൻ താളും ഇലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം പുളിയാണ്. കുടംപുളിയോ വാളംപുളിയോ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചെറുപയർ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിലിട്ടിട്ട് ഒരു 3 വിസിൽ അടിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് കൂടി തയ്യാറാക്കിയെടുക്കാം. അരപ്പ് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. 2-3 വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് അരഞ്ഞു കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇനി കുക്കർ തുറന്ന് നോക്കാം. നല്ല രീതിയിൽ വെന്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ചെറുപയറും താളുമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കർക്കിടകത്തിലെ വാതം, ചുമ, കഫക്കെട്ട് എന്നിവയ്ക്കെല്ലാം ഇത് വളരെ നല്ലതാണ്. രക്തം വർദ്ധിക്കാനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇതവിടെ ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്.
ഇനി ഈ കറി നമുക്കൊന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായ സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുന്ന സമയത്ത് ചുവന്നുള്ളി അരിഞ്ഞു വെച്ചതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ മൂപ്പിച്ചെടുത്ത മിക്സ് കറിയുടെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അതുപോലെ തന്നെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. കണ്ടോ, നമ്മുടെ ചൂടോടെ ആവി പറക്കുന്ന കർക്കിടക താൾക്കറി റെഡി ആയിട്ടുണ്ട്. ഈ കർക്കിടകത്തിൽ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കൂ. താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്. ഒരു 5 മിനിറ്റോളം അടച്ച് വെച്ച് കൊടുക്കുക. അതിന് ശേഷം വേണം ഇത് ഇളക്കി കൊടുക്കാൻ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.